രൂപ വീണ്ടും ഇടിഞ്ഞു. ഒമാനി റിയാലിന് റെക്കോർഡ് മൂല്യം. മസ്കത്തിൽ നിന്ന് അധിക സർവീസുകൾ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. മസ്കത്ത് എയർപോർട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് സഹായമായി ഒമാൻ പ്രവാസി അസോസിയേഷൻ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ഇന്ത്യൻ രൂപയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി. ഇറാനെതിരായ ആക്രമണവും മേഖലയിലെ സുരക്ഷാ ആശങ്കകളും പശ്ചാത്തലമാക്കി ബുധനാഴ്ച ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. $നെതിരെ ഇന്ത്യൻ രൂപ 68 പൈസ ഇടിഞ്ഞ് എക്കാലത്തെയും താഴ്ന്ന നിരക്കായ 92.15-ലെത്തി. ഇതിനു മുൻപ് ജനുവരി അവസാനത്തിലാണ് രൂപയുടെ ഏറ്റവും താഴ്ന്ന നിരക്ക് 91.98 ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ മറികടന്നാണ് ഇപ്പോഴത്തെ ഇടിവ്. മേഖലയിലെ സംഘർഷം ക്രൂഡ് ഓയിലിലെ വില ഉയരാൻ കാരണമായതായും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. ബാരലിന് $83 വരെ എണ്ണവില ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാൻ ഫോർമോസ് കടലിടുക്ക് അടച്ചതോടെ ഷിപ്പിംഗ് ഗതാഗതം ഏതാണ്ട് സ്തംഭിച്ച നിലയിലാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 ഈ പാതയിലൂടെയാണ് നടക്കുന്നത്. ഇത് ദീർഘനാൾ തുടർന്നാൽ എണ്ണവില വീണ്ടും ഉയരാനും ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുതൽ ഇടിയാനും സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടെ ഒമാനി റിയാലിന്റെ മൂല്യവും റെക്കോർഡ് വിലയിലേക്ക് ഉയർന്നു. ബുധനാഴ്ച ഒരു ഒമാനി റിയാലിന് 238 രൂപയ്ക്ക് മുകളിൽ എക്സ്ചേഞ്ച് ഹൗസിൽ നിരക്ക് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ഒരു റിയാലിന് 222 രൂപയായിരുന്നു ലഭിച്ചിരുന്നത്. രൂപയുടെ മൂല്യത്തകർച്ച വിദേശ യാത്രകൾക്കും വിദ്യാഭ്യാസത്തിനും ചികിത്സക്കും കൂടുതൽ ചെലവുണ്ടാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ശക്തമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രൂപയുടെ ചാഞ്ചാട്ടം തുടരാനിടയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. മസ്കത്തിൽ നിന്ന് അധിക സർവീസുകൾ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ മസ്കത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കും മുംബൈയിലേക്കും അധിക സർവീസുകൾ നടത്തുമെന്ന് എയർലൈൻസ് അറിയിച്ചു. നിലവിലുള്ള മുംബൈ, ഡൽഹി, കോഴിക്കോട്, കൊച്ചി, മംഗളൂരു, തിരുച്ചിറപ്പള്ളി സർവീസുകൾക്ക് പുറമെയാണ് പുതിയ സർവീസുകൾ. കൂടാതെ റാസൽ കൈമയിൽ നിന്ന് ഡൽഹി, കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ നടത്തുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. മസ്കത്തിൽ നിന്നുള്ള സർവീസുകൾ ചൊവ്വാഴ്ച മുതൽ വീണ്ടും പുനരാരംഭിച്ചതായും എയർലൈൻസ് അറിയിച്ചു. മസ്കത്ത് എയർപോർട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് സഹായമായി ഒമാൻ പ്രവാസി അസോസിയേഷൻ. യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വിമാന സർവീസ് റദ്ദായതോടെ മസ്കത്ത് എയർപോർട്ടിൽ കുടുങ്ങിയ 4 തിരുവനന്തപുരം സ്വദേശികളെയാണ് അസോസിയേഷൻ സഹായിച്ചത്. 3 ദിവസത്തോളം സൗജന്യ താമസവും ഭക്ഷണവും നൽകിയാണ് ഇവരെ സംരക്ഷിച്ചത്. വിസിറ്റിംഗ് വിസയിൽ ജോലി തേടി ഒമാനിലെത്തിയ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നു വിമാനം റദ്ദാക്കിയത്. വിസിറ്റിംഗ് വിസ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വിമാന സർവീസ് പുനരാരംഭിച്ചതോടെ ടിക്കറ്റ് എടുത്ത് ഇവരെ നാട്ടിലേക്ക് അയച്ചതായി അസോസിയേഷൻ അറിയിച്ചു. ഡ്രോണുകൾ കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. മേഖലയിലെ സംഘർഷ സാഹചര്യം തുടരുന്നതിനാൽ ഒമാന്റെ വ്യോമപരിധിയിലോ പ്രധാന സ്ഥലങ്ങളിലോ ഡ്രോണുകളോ സമാന വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ വിവരങ്ങളും പകർത്തി ചിത്രങ്ങളും 777-200-778 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കണമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഡ്രോൺ ഉൾപ്പെടെയുള്ള ആളില്ലാ വിമാന പ്രവർത്തനങ്ങൾക്കും പാരാഗ്ലൈഡിംഗ് അടക്കമുള്ള ആകാശ കായിക പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.